ഹലോ നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണവ റോസ്റ്റാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കണവ റോസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 സവാള കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കണവ കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെള്ളം കളയാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, ചതച്ച് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം, ചതച്ചെടുത്ത വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്തു. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെരടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. മുളക് പൊടിയൊക്കെയാണ്, അപ്പോൾ നമ്മുടെ കൈയൊക്കെ എരിയാൻ ചാൻസ് ഉണ്ട്. എങ്കിലും ഇത് കൈ വെച്ചുകൊണ്ട് നല്ലതായിട്ട് ഞെരടി തന്നെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം കളഞ്ഞ കണവായും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അത് ഒന്ന് പുരട്ടിയെടുക്കണം, നന്നായിട്ട് തന്നെ. അപ്പം ഇതിലേക്ക് നമുക്കിനി ഒരല്പം കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ മാത്രമുള്ള ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളമേ ചേർക്കുന്നുള്ളൂ. കാരണം ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇത് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 വിസിൽ വരുന്നിടം വരെയാണ് വേവിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 20 അല്ലി ചെറുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടുക. അത് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം, ഒരുപാട് വഴറ്റുന്നില്ല. ഇത് വളരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ലാസ്റ്റിലാണ് ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ നമുക്ക് കണവ വെന്തതെന്ന് നോക്കാം. കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷമാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നത്. കണവ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ നമ്മളിതാ നോക്ക് കുറച്ച് വെള്ളമേ ചേർത്തുള്ളായിരുന്നു. അപ്പം ഇത്രയും വെള്ളം ഇതിലുണ്ട്. ഇത് നമുക്ക് നന്നായി പറ്റിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കരിഞ്ഞു പിടിക്കാത്ത പാത്രമാണെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ വെള്ളം നല്ലതുപോലെ പറ്റിച്ചെടുക്കുക. ഇതുപോലെ വെള്ളമൊക്കെ പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഈ മസാലയൊന്ന് മൂപ്പിച്ച് നല്ലതായി ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കും. ഈ കണവയൊക്കെ ഒന്ന് ഫ്രൈ ആയി ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നിടം വരെ ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിക്കൊണ്ടേയിരിക്കും. ഇപ്പം നന്നായിട്ട് ഇതെല്ലാം വഴണ്ട് നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ തന്നെ ഞാനൊരു കണവ മസാലക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടും ഡിഫറെൻ്റ് ആണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.